മെയ് മാസം സഞ്ചാരികളുടെ എണ്ണത്തിൽ റെക്കോർഡിട്ട മൂന്നാറും ഇരവികുളം ദേശീയോദ്യാനവും 1,05,000 വിനോദസഞ്ചാരികളാണ് കഴിഞ്ഞ മാസം ദേശീയോദ്യാനം സന്ദർശിച്ചത്. മൂന്നാറിന് സമീപമുള്ള പ്രദേശങ്ങളിലും സഞ്ചാരികളുടെ തിരക്കായിരുന്നു. ചുട്ടുപൊള്ളുന്ന വേനലിൽ കേരളത്തിനകത്തും പുറത്തുമുള്ള സഞ്ചാരികൾ ഓടിയെത്തിയത് മൂന്നാറിന്റെ കുളിരിലേക്ക്. മധ്യവേനൽ അവധിക്കാലമായതിനാൽ തിരക്ക് വർദ്ധിച്ചു. മൂന്നാറിലെ ഇരവികുളം ദേശീയോദ്യാനത്തിൽ സഞ്ചാരികളായി എത്തിയത് 1,05,000 പേർ എന്ന് കണക്ക്. ടിക്കറ്റ് നിരക്കിൽ വരുമാനമായി ലഭിച്ചത് 3.5 കോടിയോളം രൂപ. ബോട്ടിംഗ് സെന്ററുകളിലും ഉദ്യാനങ്ങളിലും സഞ്ചാരികളുടെ വലിയ തിരക്ക് അനുഭവപ്പെട്ടു. രാജമല എന്നറിയപ്പെടുന്ന ദേശീയോദ്യാനത്തിന് പുറമെ ലക്കം വെള്ളച്ചാട്ടം സഞ്ചാരികളുടെ പ്രധാന വിനോദ കേന്ദ്രമായി. മൂന്നാറിന് പുറമെ മാട്ടുപ്പെട്ടി, കുണ്ടള ടോപ്പ് സ്റ്റേഷൻ തുടങ്ങിയ കേന്ദ്രങ്ങളിലും വലിയ തിരക്ക് അനുഭവപ്പെട്ടു. മൂന്നാർ ഗവൺമെന്റ് ബൊട്ടാണിക്കൽ ഗാർഡനിൽ 1,200,000 പേരാണ് കഴിഞ്ഞ മാസം സന്ദർശിച്ചത്. ഇരവികുളം ദേശീയോദ്യാനത്തിൽ സഞ്ചാരികൾക്കായി കൂടുതൽ പുതുമയും സൗകര്യങ്ങളും ക്രമീകരിച്ചിരുന്നു. ഉയരം കൂടിയ ആനമുടിയും ഇരവികുളത്തെ മലനിരകളും ചോലവനങ്ങളും പുൽമേടുകളും നിറഞ്ഞ പാർക്കിനെ പൂർണ്ണതോതിലറിയാൻ സഞ്ചാരികൾക്ക് വെർച്വൽ റിയാലിറ്റി സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. മുമ്പ് വിനോദസഞ്ചാരികൾക്ക് പാർക്കിലെത്തി മണിക്കൂറുകളോളം ക്യൂവിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് പാർക്കിൽ പ്രവേശിക്കേണ്ട സ്ഥിതിയായിരുന്നു. ഇപ്പോൾ ടിക്കറ്റുകൾ ഓൺലൈനായി ബുക്ക് ചെയ്യാം. മൂന്നാറും പരിസരവും കൺകുളിർക്കെ കണ്ടും ആസ്വദിച്ചുമാണ് സന്ദർശകർ മടങ്ങിയത്. ട്രാഫിക് കുരുക്ക് കുറയ്ക്കുന്നതിന് പ്രത്യേക പാർക്കിംഗ് സംവിധാനവും തയ്യാറാക്കിയിരുന്നുവെങ്കിലും ചില ദിവസങ്ങളിൽ മൂന്നാർ ഏറെ നേരം നിശ്ചലമായി. തമിഴ്നാട്ടിൽ നിന്നും ഇത്തവണ സഞ്ചാരികളുടെ വലിയ ഒഴുക്കുണ്ടായി. ചൂട് കുറഞ്ഞ് മെയ് മാസം അവസാനിച്ചപ്പോൾ മഴയെത്തിയതും വിനോദസഞ്ചാരികൾക്ക് വേറിട്ട അനുഭവമായി. ന്യൂസ് മലയാളം, ഇടുക്കി.